എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 47-ാം ദിവസം. ഓം നമ ശിവായ. സിംഹധ്വജൻ്റെ കാശിയാത്ര. പാരാതെ പോക നീ വീരസിംഹധ്വജ, വാരണാസീപുരി വാസി ലഭിക്ക നീ. കാരുണ്യശീലനാം ബാലേന്ദുശേഖരൻ ഭൂരി കല്യാണം വരുത്തും നിനക്കെടോ എന്നരുൾ ചെയ്തു ഗമിച്ചിതു നാരദൻ. മന്നവൻ കാശിക്ക് പോവാൻ മുതിർന്നിതു. തന്നെ ഭാര്യയെ മന്ദാരലക്ഷ്മിയും സന്യാസിമാരും മഹീസുരശ്രേണിയും ഒന്നിച്ചുകൂടി പുറപ്പെട്ടു. മന്നവൻ സന്നദ്ധഭാവേന കോദണ്ഡ ബാണവാൻ വിന്ധ്യാദ്രി കാന്താരമുൾപ്പൊക്കൊരു ദിനം. സന്ധ്യാവസാനെ ശയിക്കും ദശാന്തരേ. തസ്കരന്മാർ വന്നു രാജഭണ്ഡാരങ്ങളൊക്കെ പിടിച്ചു പറിച്ചു തുടങ്ങിനാർ. തസ്കരന്മാരിൽ പ്രധാനിയാം കാട്ടാളൻ മുഷ്കരൻ തുമ്പീരൻ എന്നു പേരായവൻ. മന്ദാരലക്ഷ്മിയെ കൈക്കലാക്കിക്കൊണ്ട് മന്ദഹാസം ചെയ്തു ചൊന്നാൻ മഹാഖലൻ. എന്തൊടോ മൂഢ മഹാവിന്ധ്യ മാർഗത്തിൽ അന്തിനേരം വന്ന് പാളയം കെട്ടിനാൻ. വിത്തവും ഭാര്യയും രക്ഷിച്ചു കൊള്ളുവനെന്ന് അത്യാഗ്രഹം നിനക്കുണ്ടായതത്ഭുതം. അധ്വകന്മാരോട് ഔദ്ധത്യമേറുന്ന തുമ്പീരനേശ ഞാൻ. നിന്നുടെ ഭാര്യയെ പോലെ സഹസ്രമുണ്ടെന്നുടെ ഭാര്യമാരേവം ലഭിച്ചവർ. ഇന്നല്ല ശൗര്യം തുടങ്ങി ഞാൻ മന്നവ, മുന്നമേ എന്നുടെ ധർമ്മമേവം വിധം. എന്നതു കേട്ടു പറഞ്ഞു ഋഷാദ്രവൻ, നിന്നുടെ നിർമ്മതം നഷ്ടമാമിന്നടോ. സജ്ജനദ്രവ്യം പിടിച്ചു പറിക്കുന്ന ദുർജനാഗ്രേസര നില്ലടാ നിർബുഹ. ബാണാസനത്തിൽ തൊടുക്കുന്ന ബാണത്തിന് ഉണാക്കുവാൻ നിന്റെ വിഗ്രഹം സങ്കരേ. തസ്കര തുമ്പീര വേട ഷഠ, നിന്റെ മസ്തകം തുമ്പീഫലം പോലെ ഭിന്നമാം. മന്ദാരലക്ഷ്മിയാം മൽഭാര്യയെ ഭവാൻ മന്ദേതരം തിരിച്ചങ്ങ് പോയിക്കൊള്ളുകടോ. സിംഹളാധീശ്വരൻ നീയാ മൃഗത്തിന് സിംഹമായുള്ള ഒരു സിംഹധ്വജോസ്തി ഞാൻ. സംഹാരരുദ്രൻ്റെ ഭക്തനാമേഷ ഞാൻ സംഹരിച്ചിടുവൻ നിൻകൂട്ടമൊക്കവേ. വാടാ ജഡ വേട കീട മഹാമൂഢ വേടാതമ ചണ്ഡ ചണ്ഡല ദുർമതേ. അർത്ഥത്തിൽ ആഗ്രഹം കൊണ്ടു നിനക്കിന്ന് അനർത്ഥം ഭവിപ്പാൻ അടുത്തു വനേജര. നില്ലടാ ദുശ്ശട, കൊല്ലുന്നതുണ്ട് ഞാൻ ഉല്ലോലഹല്ലോലമാഡംബരം വൃത. യുദ്ധം പരസ്പരം വാദിച്ചനന്തരം യുദ്ധം തുടങ്ങി നരേന്ദ്രനും വേടനും. കോപം കലർന്നു ചുവന്നു ദിഗന്ധങ്ങൾ, ചാപം കുലച്ചു വലിച്ചു മഹീപതി. ബാണം തൊടുത്തു കിരാത വരിക നീ, പ്രാണാവസാനം വരുത്തുന്നതുണ്ട് ഞാൻ. നേരെ മഹാമൂഢ നില്ലുന്നില്ലാഹവേ, നേരെ വരുന്ന നീ ഭസ്മമാമിത്തരം. വാക്കും ശരാസന ഘോരപ്രയോഗവും വായിക്കും പ്രകോപവും ജ്ഞാന്യാത ഘോഷവും നാശുകം തങ്ങളിൽ തട്ടിസ്ഫുരിച്ചിട്ടും ആശുപ്രകാശമാം അഗ്നിസ്ഫുലിംഗവും. പാദസംക്ഷോഭണം കൊണ്ടു മഹീതലം ക്ഷോഭപ്രഭാവവും സിംഹനാദങ്ങളും. ചാപഘോഷം കേട്ട് സംഭ്രമിക്കും ബഹുശ്വാപത ശ്രേണിതൻ കോലാഹലങ്ങളും. കണ്ടീരവത്തിൻ്റെ ഖണ്ഡാരവം കേട്ടു മണ്ടുന്ന മാതംഗ ശൃംഗാഗ്രസംഗനെ. ഭംഗം വരുന്നൊരു തുംഗദ്രുമങ്ങളും തങ്ങളിൽ തട്ടിത്തകർന്നു പതിക്കയും. ഇത്തം മഹാഘോര യുദ്ധാങ്കണേ ബഹുക്രുദ്ധനാം തുമ്പീരനുദ്ധതാഡംബരൻ. സിംഹധ്വജൻ തൻ്റെ പാപം മുറിച്ചവൻ സിംഹനാദം ചെയ്തു നിന്നൂരണാങ്കണേ. ഭിന്നജാപൻ നിർവൻമുഷ്ടി യുദ്ധത്തിന് പിന്നെയും പാഞ്ഞങ്ങടുത്തു പിണങ്ങിനാൻ. ദുഷ്ടനാം തുമ്പവീരൻ നരേന്ദ്രനെ പിഷ്ടമാക്കിയിടിനാൻ മുഷ്ടി സംഘടനാൽ. ക്ഷീണാഭിമാനൻ മഹീശൻ മഹീതലെ വീണാനനേക പ്രഹരങ്ങളേൽക്കയാൽ. തുമ്പീരവേഴൻ നരേന്ദ്രൻ്റെ വിഗ്രഹം ജംബീരവേഷം പിടിച്ചു പിഴിഞ്ഞുടൻ. മന്ദാരലക്ഷ്മിയെ സ്കന്ധേ വഹിച്ചാച്ചു വൃന്ദങ്ങളോടെ നടന്നു പോയിടിനാൻ. ദ്രവ്യങ്ങളൊക്കെയും ഭാര്യയും ചാപവും സർവം കിരാതൻ കരസ്ഥമാക്കിയിടിനാൻ. ഖിന്നത കൊണ്ടു കരഞ്ഞു നരേന്ദ്രൻ സന്യാസിമാരോട് ചൊന്നാൻ വിഷാദവാൻ. ആഹന്ത നമ്മുടെ കാലദോഷത്തിനാലാഹവേ തോറ്റു തളർന്നു ശരീരവും. അംഗങ്ങളൊന്നും ഇളക്കാൻ വശമില്ല ഗംഗാധര, നീ വെടിഞ്ഞിതോ ദൈവമേ. വീരനാം എന്നെ ജയിച്ചോരു വീര്യവാൻ ഇന്ദ്രാദിലോകത്തിലേകനോ. മന്ദാരഭാവനാം എന്നെ ജയിച്ചവൻ മന്ദാരലക്ഷ്മിയെ കൊണ്ടുപോയിടിനാൻ. ശസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ അന്യവസ്ത്രങ്ങളും വസ്തുക്കളും ഹന്ത കൊണ്ടുപോയാനവൻ. എന്തിന് ജീവിച്ചിരിക്കുന്നു ഞാനഹോ സന്താപശേഷനാം നിർഭാഗ്യനേശ ഞാൻ. ഭാഗീരഥി ജലസ്നാനം പുണ്യത്തോടെ യോഗം വരാനുള്ള യോഗമില്ലായകയോ. ജന്മജന്മാന്തരെ പ്രൗഢസംഭൂതമാം കൽമഷം കൊണ്ടു മുടങ്ങി മനോരഥം. ഹാഹാ നൃപാത്മജേ മന്ദാരലക്ഷ്മി, നീ ആദിവിക്ലാന്തനാം എന്നെ ത്യജിച്ചിതോ. വ്യാധാന്തികേ നിന്റെ ദുഃഖങ്ങൾ ഓർക്കയാൽ ആഹി മനക്കാവിലേറുന്നു മാമകെ.
സന്യാസിമാരെ നമുക്കെന്തു വേണ്ടഹോ. പിന്നോക്കം മങ്ങോ ഗമിക്കയോ സമ്പ്രദം. അഷ്ടിക്ക് വേണ്ടുന്നതൊക്കവേ നഷ്ടമായി വേഷ്ടിപ്പതിനൊരു വസ്ത്രവുമില്ലഹോ. എങ്ങനെ കാശിക്ക് പോകേണ്ടു നാമിടോ. ഭംഗം വരുമ്പോൾ അടങ്ങുന്നവൻ ജളൻ. എന്തിനനേകം വിചാരങ്ങൾ ഇങ്ങനെ ചെന്താർശരാന്തകൻ. ബന്ധുവല്ലോ നൃണാമിത്തം പറഞ്ഞു പുറപ്പെട്ടു മന്നവൻ. ഗാത്രസന്താപം സഹിച്ചു പതുക്കവേ. വൃക്ഷപത്രങ്ങളും വസ്ത്രമാക്കിയിടിനാൻ. ഭിക്ഷാടനം കൊണ്ടു ജീവസന്ധാരണം. വാരണാസീപുരം നോക്കി ക്ഷമാപതി. പാരാതയാത്ര തുടങ്ങി ദൃഢവ്രതൻ. കാമസംഹാരിയെ ചിത്തെ വസിപ്പിച്ചു നാമസങ്കീർത്തനം ചെയ്തു നരാധിപൻ. ചാരുഭസ്മാങ്കിതൻ ഭിക്ഷുവാമധ്വകൻ. ഓരോ നദാരണ്യശൈലങ്ങളെ പാരാതെ ലംഘിച്ചു മന്നവൻ. വാരണാസീപുരം ലക്ഷ്യമാക്കിയിടിനാൻ. മന്ദേതരാനന്ദ സന്തോഷ തുന്തിലം മന്ദാകിനീതരം കണ്ടു മഹാരഥൻ. ആലോക്യ തുഷ്ട്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ആകാശഗംഗേ നമസ്തേ നമോസ്തുതേ. ശ്രീകാന്തപാദാബ്ജഭൂതേ നമസ്തേ നമോസ്തുതേ. ലോകേശവന്ദ്യേ നമസ്തേ നമോസ്തുതേ. വിശ്വൈകവന്ദ്യേ വിശുദ്ധേ നമസ്തേ നമോസ്തുതേ. വിശ്വഭാഷായാധീശേ നമോസ്തുതേ. അച്ചമുക്താഫല സ്വച്ഛതോയാദികച്ചസ്ഥലോജ്വല പ്രേക്ഷ്യാമി തേശ്വരേ. കച്ചസ്ഥലോജ്വല പ്രേക്ഷ്യാമി തേശ്വരേ. ഇച്ഛാനുരൂപം ഫലം ദേഹി മേ മാതര ഛായകായ പ്രകാശേ സുശോഭനെ. ഗച്ഛാമി സംസാര സിന്ധോ നിമജ്ജനം. യച്ഛാമി ഗിന്ദാവതം വന്ദാമഹേ. തുച്ഛാമി മാം സ്തുതി ഗംഗേ ഗൃഹാണേ മേ. ഇത്തം ബഹുസ്തോത്രഘോഷങ്ങൾ ചെയ്തുടൻ ബദ്ധപ്രമോദം നമസ്കരിച്ചിടിനാൻ. ഗംഗൈകദേശേകയാ ശ്രാദ്ധവും ചെയ്ത് ഗംഗാതലാന്തേന സഞ്ചരിക്കും വിധവ് കാണായി ദൂരവേ വാരണാസീപുരി. ശോണായുധാനകേ ഹേമസൗധങ്ങളും പ്രാകാരതോരണം രത്നഘട്ടങ്ങളും രാകാശശിച്ചായ ഗേഹഘട്ടങ്ങളും രത്നലിംഗങ്ങളും രത്നസ്ഥലങ്ങളും രത്നശൈലങ്ങളും രത്നാലയങ്ങളും. വിശ്വനാഥ ക്ഷേത്രം അത്യന്തമംഗലം. വിശ്വദേവാലയം വിഷ്ണുദേവാലയം. ശ്രീശാല ഗോപാലശാലയും. ശ്രീശങ്കരാവാസ ലക്ഷം നിരക്കവേ. വിസ്മയം രുദ്രാക്ഷനാമോ ഭസ്മാനുലേപനം ഖഡ്വാംഗശൂലവും. വയ്യാഘ്രചർമ്മങ്ങൾ കൈക്കൊണ്ടുമേവിടും 5000 കോടി ഭൂതജാലങ്ങളും. സാരൂപ്യ സാമ്രാജ്യലാഭേന വാഴുന്ന കാശീശഭക്ത പ്രധാന വർഗങ്ങളും. ആലോകനം ചെയ്തും ആനന്ദ സംഭ്രമം ത്രൈലോക്യനാഥ പ്രിയങ്കരൻ പാർത്ഥിവൻ. മന്ദമന്ദം നടന്ന അത്യന്ത ഭക്തിമാൻ മന്ദാകിനീതരേ വിശ്വനാഥാലയേ. മാഗന്ധ മന്ദാര സിന്ധുവാരങ്ങളാലാകാ ആമ്രാമീശ്വര രാമമണ്ഡപേ. മന്ദാനിലങ്ങളും ഏറ്റു വസിക്കുന്ന മന്ദാരലക്ഷ്മിയെ കണ്ടാൻ മഹീപതി. മായാവിമോഹമോ സ്വപ്നേന്ദ്രജാലാദി മായാഭ്രമാവർത്തകർത്തപ്രതാപമോ. തുമ്പീരവേടൻ്റെ ഹസ്തേ പതിച്ചോരു ബിംബാധരോഷ്ടിയെ കാണുന്നു ഞാനഹോ. മുക്തേന്ദുശേഖരാ പാഹിമാം പാഹിമാ. സ്നിഗ്ധേക്ഷണാസുഖം ദേഹിമേ. എന്തൊരു വിസ്മയം. കാന്താവലോകനം സ്വാന്തേ നിരൂപിച്ചിരുന്നതല്ലേതുമേ. അന്ധകാരാദേ ഭവൽ കൃപാവൈഭവാൽ എന്തു ഭവിക്കാത്തു ജന്തുവർഗങ്ങളിൽ. വിശ്വനാഥ ദർശനം. ഇത്തരം ചിന്തിച്ചു നിൽക്കുന്ന നേരത്ത് സത്വരം പ്രത്യക്ഷനായി ഈ മഹേശ്വരൻ. അംബികാദേവിയും ജാൻമകീദേവിയും ലംബോദരൻ ഭൃങ്കി നന്ദിയും സ്കന്ദനും അംഭോജയോനിയും ശ്രീനാരദാദിയും ദംഭോളിപാണിയും ദേവവർഗങ്ങളും. മന്ദാകിനി ദേവി പാണിപത്മം കൊണ്ടു മന്ദാരലക്ഷിതൻ പാണി പിടിച്ചുടൻ. സിംഹധ്വജാവരികെന്നരുളി ചെയ്തു സിംഹളാധീശന് നൽകി ഗൃഹിണിയെ. അപ്പോൾ അരുൾ ചെയ്ത് പാർവതീ വല്ലഭൻ സാൽഭവാനാകൃതേ വത്സസിംഹധ്വജ. നമ്മുടെ ഭൃത്യന നന്ദികേശൻ നിന്റെ ധർമ്മധാരങ്ങളെ കൊണ്ടുപോന്നു തഥാ. നിന്നുടെ ഭാവം പരീക്ഷിപ്പതിന്നു ഞാൻ മന്നവാ നിന്നോട് ചെയ്യിച്ചു സങ്കരം. നിസ്വനായാൽ ഭവാൻ പിമ്പോട്ട് പോകുമോ. വിശ്വസിച്ചിങ്ങോട്ട് വന്നു സാധിക്കുമോ. ഇത്തം പരീക്ഷിച്ച് തുഷ്ടനായേനകം ബുദ്ധിമാൻ ധൈര്യവാൻ നീതിമാൻ നീയടോ. ഇപ്പോൾ ഗയാശ്രാദ്ധ തർപ്പണം കൊണ്ടുടൻ ത്വൽപാതകം നശിച്ചിടുമേ മന്നവ. മുന്നം നിനക്കു കടം തന്ന പാന്തനും ഇന്നു ഗണങ്ങളിൽ കൂടി വാണിയിടിനാൻ. എന്നാൽ ഗമിക്ക നീ ഭാര്യാസമേതനായി നന്നായി വരും മേലിലുണ്ടാമവത്യവും. 12,000 വർഷം യഥാസുഖം മന്നിടം പാലിച്ചിരിക്ക നീ ഭൂപതേ. പിന്നെ ഗൃഹിണിയും പുത്രനും നീതാനും എന്നുടെ ലോകം പ്രവേശിച്ചു പാർക്കടോ. മന്ദാകിനി ജലേ മജ്ജനം ചെയ്യുക നീ മന്ദാരലക്ഷ്മിയോടൊന്നിച്ചു മന്നവ. എന്നാൽ ഭവാൻ
ഗേഹപര്യന്ത വ്യാപിയിൽ ചെന്നു പൊങ്ങും ഭവാനസ്തുതേ മംഗലം എന്നരുൾ ചെയ്തു മറഞ്ഞു മഹേശ്വരൻ. വൃന്ദങ്ങളൊക്കവേ കൂടെ മറഞ്ഞിതു. മന്ദാരലക്ഷ്മിയും സിംഹളാധീശനും മന്ദാകിനീജലെ മജ്ജനം ചെയ്തുടൻ തന്നെ വാപിയിൽ ചെന്നു പൊങ്ങിയിടിനാർ. ധന്യജന്മാക്കൾക്ക് പിന്നെ ജന്മം നഹി. കാലക്രമം കൊണ്ട് സന്തതിയുണ്ടായി ബാലകനായി മഹാസുന്ദരൻ സുതൻ. താലധ്വജനെന്നു പേരാം അവൻ മഹീപാലനം ചെയ്യുവാൻ സമർത്ഥനായിടിനാൻ. 12,000 വർഷം സുഖിച്ചവൻ പന്നകാലങ്കാല ലോകം ഗമിച്ചുടൻ. പാർവതീകാന്തന്റെ പാർശ്വേ യഥാസുഖം സർവകാലം രമിച്ചിടിനാൻ ആസ്തയാ. ഇക്കഥാപ്രസ്ഥാനമാകരണം ചെയ്യൽ ഉത്കർഷമുണ്ടാകും ശമിക്കും ദുരിതവും. കാമാരി ഭക്തനാം സൂതൻ സുമാനുഷ നൈമിശാരണ്യെ വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാർക്ക് കേൾക്കാൻ അരുൾ ചെയ്തു. കാമദം ശൈവം പുരാണം സുമംഗലം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.